കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. സാധാരണക്കാർക്ക് മാസം 1600 രൂപ വീതം വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ അനർഹമായി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൈപ്പറ്റുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തെത്തിയത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരെ പുറത്താക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ. തുടർച്ചയായി കടമെടുത്താണ് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നത് സർക്കാരിനും നഷ്ടം തന്നെയാണ്. അതിനാൽ തന്നെ അനർഹരെ പുറത്താക്കുവാനുള്ള നടപടി സർക്കാർ ഊർജിതമാക്കി തുടരുകയാണ്. അനർഹരെ ലിസ്റ്റിൽ കുത്തിക്കയറ്റിയവരെയും അനർഹമായി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയും സർക്കാർ പൂട്ടാൻ പോകുകയാണ്. ആരൊക്കെയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുവാൻ അർഹരായിട്ടുള്ളത്, ആരൊക്കെയാണ് അനർഹരായിട്ടുള്ളത് എന്ന സംശയം എല്ലാവർക്കുമുണ്ട്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിന് സർക്കാർ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അനർഹരെയും അർഹരെയും നിശ്ചയിക്കുന്നത്. അത്തരത്തിൽ ക്ഷേമ പെൻഷന്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമെന്നും ഇതിൽ അനർഹരും അർഹരും ആരൊക്കെയെന്നും നോക്കാം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ ക്ഷേമ പെൻഷൻ വാങ്ങുവാൻ അർഹരല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. അതായത് 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോലിയുള്ളവരും പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ഈ ക്ഷേമ പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല. ആദായ നികുതി അടയ്ക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടെങ്കിലും ആ കുടുംബത്തിലെ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല. അതോടൊപ്പം അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ 2 ഏക്കറിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ അവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഇത് ബാധകമല്ല. അടുത്ത മാനദണ്ഡം 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ സ്വന്തമായുള്ളവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. 2000 ചതുരശ്ര അടിയിലേറെ വലിപ്പമുള്ള വീടുകളുള്ളവർക്കും വീട്ടിൽ AC ഉള്ളവർക്കുമൊക്കെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനോ ആനുകൂല്യം കൈപ്പറ്റുവാനോ അർഹതയില്ല. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ പദ്ധതിയിലേക്ക് ആളുകളെ ചേർക്കുന്നതും ആനുകൂല്യങ്ങൾ നൽകുന്നതും. ഇത്തരത്തിൽ അനർഹമായ ആനുകൂല്യം കൈപ്പറ്റുന്നവരെ പദ്ധതിയിൽ നിന്നും പുറത്താക്കുവാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നുകഴിഞ്ഞു. അതിനായി ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധനകൾ നടത്തുമെന്നും അറിയിപ്പുകൾ എത്തുന്നുണ്ട്. അതിനാൽ ഇനി ഉദ്യോഗസ്ഥരുടെ കൃത്യമായുള്ള നിരവധി പരിശോധനകൾക്കൊക്കെ ശേഷമായിരിക്കും പെൻഷൻ പദ്ധതിയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നതും ആനുകൂല്യം ലഭിക്കുന്നതും. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.